15ാമത് കേരള നിയമസഭയുടെ 11ാം സമ്മേളനം നാളെ ആരംഭിക്കും. 28 ദിവസങ്ങളിലായി ചേരുന്ന സമ്മേളനം ജൂലൈ 25-ന് സമാപിക്കും. ജൂൺ 13, 14, 15 തീയതികളിൽ ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിനും നിയമസഭ വേദിയാകും. വിഷ്ണു കരുണാകരൻ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. വിഷ്ണു, എന്തായാലും നിയമസഭാ സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ചേരുന്ന ആദ്യത്തെ സമ്മേളനം കൂടിയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ നിയമസഭാ സമ്മേളനം തന്നെയാണ് നാളെ ആരംഭിക്കുന്നത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വിവിധ കാര്യങ്ങളാണ് ഉന്നയിക്കാൻ പോകുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനവുമായുള്ള ബില്ല് അവതരിപ്പിക്കും. ഇത് നേരത്തെ തന്നെ ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ ഓർഡിനൻസിൽ ഗവർണർ ഒപ്പുവെച്ചിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത് തിരിച്ചയക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ആദ്യ ദിവസം ഇത് ബില്ല് അവതരിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. ഏതായാലും നാളെ അത് നടപടിയാക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിനു പുറമെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇത്തവണ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ശക്തമായ ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ നിയമസഭാ സമ്മേളനത്തിൽ എത്തുന്നത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ളത്. LDFന് സീറ്റ് നില തീരെ കുറവായതുകൊണ്ടും കനത്ത തോൽവി നേരിടേണ്ടി വന്നതുകൊണ്ടും അത് ഒരു ശക്തമായ ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരമാണ് സർക്കാരിനെതിരെ അലയടിച്ചതെന്നുള്ളത് ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതേസമയം സർക്കാർ ഇതിനെ പ്രതിരോധിക്കുക, തൃശൂരിലെ സീറ്റ് നഷ്ടപ്പെട്ട് NDAക്ക് പോയത് വോട്ട് ചോർച്ചയുടെ ഭാഗമായെന്നായിരിക്കും. നേരത്തെയും അത് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ആരോപണത്തിൽ പ്രധാനമായും കോൺഗ്രസിനെതിരെയാണ് സർക്കാർ വിരൽ ചൂണ്ടുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇതിൽ നിന്നും സർക്കാർ ചൂണ്ടിക്കാണുന്ന കാര്യങ്ങൾ, അതായത് പ്രധാനമായും ഈ പ്രതിപക്ഷവും ഈ NDAയും അല്ലെങ്കിൽ BJPയും ഒന്നിച്ചു നിൽക്കുന്നതടക്കമുള്ള ആരോപണങ്ങൾ വീണ്ടും ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ നിയമസഭാ സമ്മേളനത്തിൽ പ്രധാനമായും കാണേണ്ട സംഭവങ്ങൾ. അതോടൊപ്പം തന്നെ മദ്യനയവും ബാർക്കോഴ അടക്കമുള്ള കാര്യങ്ങളും പ്രധാനമായും ചർച്ച ചെയ്യും. മദ്യനയത്തിന്റെ സർക്കാർ തീരുമാനങ്ങളും അതോടൊപ്പം ഡ്രൈഡേ അടക്കമുള്ളവ മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളും അതിനോടൊപ്പം തന്നെ ഈ ബാർക്കോഴ വിവാദം അലയടിക്കുന്നതുമൊക്കെ പ്രതിപക്ഷം ആയുധമാക്കും. ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. നിയമസഭാ സമ്മേളനം ഇത്തവണ നിൽക്കുമ്പോൾ പ്രതിപക്ഷം കൂടുതൽ ശക്തിയോടെയാണ് വരുന്നതെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ഭദ്ര.